ജഫറി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ എന്താണ് കാണിക്കുന്നതെന്ന് അറിയാമോ? അതായത് എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ആദ്യം പറയുന്നില്ല. ഇന്ന് നമ്മൾ കാണിക്കുന്നത് എന്താ അറിയാമോ? ഇത് നമ്മുടെ ഹാങ്ങിങ് പോപ്പിയാണ് കേട്ടോ. ഇത് ഞാൻ പുതിയൊരു ചെടി നമ്മൾ സെറ്റ് ചെയ്തതാണ്. ഒരു പോട്ടിലുണ്ടല്ലോ 3 കളറാണ് കേട്ടോ ഉള്ളത്. ഇതുണ്ടല്ലോ, ഇത് സത്യത്തിൽ ഞാൻ നട്ട ചെടിയല്ല, നമ്മൾ ഈ മുകളിൽ നട്ട ചെടിയിൽ നിന്നും വിത്തുകൾ വീണിട്ട് മുളച്ച് വന്നതാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൽ കുറച്ചും കൂടെ പൂക്കളുണ്ടായിരുന്നു, പക്ഷേ അത് കുറേ കൊഴിഞ്ഞു പോയി കേട്ടോ. പിന്നെ ഇവിടെ ഇതിൽ വേറൊരു ഷെയ്ഡ് കളറും കൂടി ഉണ്ടായിരുന്നു, അതിലിപ്പോൾ ഫ്ലവർ ആയിട്ടില്ല. അപ്പം നമ്മൾ ഈ ഒരു പോപ്പിച്ചെടിയിലുണ്ടല്ലോ, ഇതിന് വിത്തുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിത്തുകളൊക്കെ വീണ് മുളയ്ക്കുന്നത് നമ്മൾ വിചാരിക്കാത്ത കളറുകളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്ത് കാണിക്കുന്നത് എന്താണെന്നറിയാമോ? ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഞാനിങ്ങനെ സെറ്റ് ചെയ്തിട്ടേക്കണം നമ്മുടെ മിനിയേച്ചർ ടൈപ്പ് പോപ്പിയാണ് കേട്ടോ. ഹാങ്ങിങ് പോപ്പി ഭയങ്കര ഭംഗിയാട്ടോ. ഇതിലിങ്ങനെ പൂവുണ്ടായി നിൽക്കുന്ന കാണാനായിട്ട്. അതിന് ഞാൻ മുന്നേ ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരൊക്കെ നമ്മുടെ ആ ഒരു വീഡിയോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് എന്താ അറിയാമോ? ഈ ഒരു ചെടീനെ ഇപ്പം ഇത് തരാവുന്നതിൻ്റെ മാക്സിമം പൂക്കൾ തന്നു കേട്ടോ ഈ ചെടി. അപ്പോൾ ഇനി നമ്മൾ ഇതിനെല്ലാം ഇതുപോലെ ഉള്ള ചെടികൾ നമ്മൾ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കണ്ണിൽ പൊടി കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിത് പുതിയ പുതിയ ചെടികൾ ആക്കിയെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഈ ചെടിന് ഇവിടെ നിന്ന് ഞാനൊന്ന് മാറ്റിയിട്ട് നമുക്കിവിടെ വേറെ പുതിയ ചെടികളും കൂടെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ കുറച്ച് വൈകുന്നേരമായിട്ട്, അതുകൊണ്ട് വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി പറയാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ ഗാർഡനിങ് ടൂൾസാണ് കേട്ടോ. നമ്മൾ ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ആവശ്യമാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കിത് സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ എപ്പോഴും എല്ലാവരും ഉണ്ടായിന്ന് വരുമല്ലോ, ചേട്ടായിയൊക്കെ കടയിൽ പോകും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട സമയത്ത് ചെയ്യണമെങ്കിൽ ഇതുപോലെയൊക്കെ സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഞാനിവിടുന്ന് ഓരോന്നോരോന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റട്ടെ. എന്നിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ റീസെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പൂക്കളുള്ള ചെടികളാവുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, ഇതിങ്ങനെ മാറ്റലും എടുക്കലും തന്നെ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ഏത് രീതിയിൽ ഇങ്ങനെ വിചാരിച്ചാലും ഇതിനെ സ്ഥിരമായിട്ട് ഇതൊരു സ്ഥലത്ത് ഇങ്ങനെ കൃത്യമായിട്ട് നിൽക്കില്ല കേട്ടോ. അപ്പോൾ പുതിയ പുതിയ മാറ്റി പിടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ ഉണ്ടല്ലോ, ഇത് കണ്ടോ, ഇതിപ്പോൾ തീരെ ഇതിൻ്റെ എല്ലാം വളർച്ച നഷ്ടപ്പെട്ട് ഇത് ഇങ്ങനെയാണ് കേട്ടോ നിൽക്കുന്നത് ഈ ഒരു ചെടി. അപ്പം ഇനി നമുക്ക് നല്ല രീതിയിൽ വേറെ ചെടി വെക്കണം. അപ്പോൾ ഇതാട്ടോ നമ്മൾ ഹാങ് ചെയ്തിട്ടേക്കണം. നമ്മുടെ ചെടീനെ എല്ലാം എടുത്ത് നമ്മൾ താഴെ വെച്ചു. ഇനി ഇതിൻ്റെ കട്ടിങ്സ് എല്ലാം എടുത്ത് മാറ്റി കുത്തിപ്പിടിപ്പിച്ച് പുതിയ ചെടികളാക്കി എടുക്കണം. അപ്പം ഇതുപോലെ നിൽക്കുന്ന ചെടികളൊക്കെ ആരുടെയെങ്കിലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇനിയിപ്പം നമ്മളിത് മാറ്റി പുതിയ ചെടി നമ്മൾ സെറ്റ് ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ, ഇത് ഞാൻ നമ്മുടെ ഹാങ്ങിങ് പോപ്പിയുടെ പുതിയ ചെടി പിടിപ്പിച്ച് സെറ്റാക്കിയതാണ് കേട്ടോ. ഓക്കെ, പുതിയ ചെടികൾ നമ്മളിങ്ങനെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതുപോലെ നിറച്ച് നല്ല ഭംഗിയായിട്ട് പൂക്കളിടും കേട്ടോ. അപ്പം നമുക്കുണ്ടല്ലോ ഇപ്പോൾ ഏകദേശം ഇവിടെ തൂക്കാൻ കണക്കിന് മൊത്തം പിടിപ്പിച്ചതുണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷേ പിടിപ്പിച്ച് വെച്ചതുള്ളൂ. നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഈ ഒരു ഹാങ്ങിങ് പോപ്പി ഇപ്പം ഞാൻ ഇതാ തൂക്കി സെറ്റാക്കി ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ. ഇനി ഇതിന് നമുക്ക് നല്ലൊരു വളം കൂടെ കൊടുക്കുമ്പോഴേക്കുണ്ടോ നമ്മുടെ ചെടി നല്ല കൊല്ല കുത്തിപ്പൂക്കും കേട്ടോ. അപ്പം ഇതുപോലെയൊക്കെ കേട്ടോ നമ്മുടെ ഹാങ്ങിങ് പോപ്പിയൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് ഭംഗിയാക്കി ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും.